ട്രക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പം ഏത് ഗിയറിലും ന്യൂട്രാക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അത് ശരിയല്ല. ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഗിയറിലും അങ്ങ് ന്യൂട്രാക്കരുത്. അത് ഡ്രൈവ് ആക്സിഡൻ്റെ പിടുത്തം വിടുകയും ആക്സിഡൻറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കർവാ ഗിയറാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്നത് കൂട്ടുകാർ, നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ എല്ലാ ഗിയറിലും വണ്ടി ന്യൂട്രാക്കരുത് കേട്ടോ. പിന്നെ ഡ്രൈവിൻ്റെ പിടുത്തം പോവുകയും വണ്ടിക്ക് ബാലൻസ് മാറുകയും ബ്രേക്ക് പിടിക്കുമ്പം ചിലപ്പോൾ സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട്. ഏത് ഗിയറിലും വണ്ടി നമുക്ക് ഇവിടെ പ്രസ് ചെയ്താൽ ന്യൂട്രാവും. ക്ലച്ച് ഔട്ടി വേണ്ടേ, വണ്ടി ന്യൂട്രാണ്. ജസ്റ്റ് ഞാൻ ന്യൂട്രാക്കി കാണിച്ചത് തുടക്കക്കാർക്ക് ഇത് പറയാനാണ്. ഏത് ഗിയറിൽ പോയിക്കോട്ടെ, വണ്ടി നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ബട്ടൺ അകത്തായിട്ട് പ്രസ് ചെയ്യുമ്പോൾ വണ്ടി ന്യൂട്രാവും ഏത് ഗിയറിലും. അതാണ് ഈ കർവാ ഗിയർ. അങ്ങനെയൊക്കെയുള്ള ഈസി ഒരു ടെക്നിക്സാണ്, മെക്കാനിസമാണ്. വളരെ നല്ലതാണ്. ഇത് ഓടിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ അല്ലാത്ത ഗിയറും വരുന്നുണ്ടേ കേട്ടോ, മാനുവലായിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഓടിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർ ട്രക്ക് ഓടിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഏത് ഗിയറിലും നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അകത്തോട്ട് ഈ വിരൽ ക്ലച്ച് ഔട്ടി വണ്ടി ന്യൂട്രാവും. ഇങ്ങനെ വണ്ടി ഇപ്പം ന്യൂട്രായി. ഓക്കെ, ന്യൂട്രൽ ഓടിക്കരുത്. പറഞ്ഞതേ ഉള്ളൂ, കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ന്യൂട്രായ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമ്പം നമ്മൾ ഗിയർ ഇട്ടാലും അത് കറക്റ്റായിട്ടുള്ള ഗിയറിലേ വീഴത്തുള്ളൂ, അല്ലാതെ ഒന്നാമത്തെ ഗിയറൊന്നും വീഴത്തില്ല. അതേണ്ടേ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഞാനിപ്പോൾ ഗിയർ ഇട്ടു. അതുകൊണ്ട് 6ാമത്തെ സ്പീഡ് ഉണ്ടായിരുന്നു, 6ാമത്തെ ഗിയർ വീണു. അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ ന്യൂട്രാക്കി ഗിയർ ഇടുമ്പോൾ ഉടനെ ഫസ്റ്റൊന്നും വീഴത്തില്ല കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയറും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.